ഇന്ന് അർദ്ധരാത്രിയോട് കൂടെ നമ്മുടെ നിലവിലെ വോട്ടിംഗ് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ് റദ്ദാക്കുകയാണ്. പുതിയ SIR പറഞ്ഞുകൊണ്ട് പുതിയ രേഖകൾ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ടിംഗ് ലിസ്റ്റിൽ ഇനി മുതൽ പേര് വരിക. അതിന് 1 മാസം സമയമാണ് കൊടുത്തിട്ടുള്ളത്. ഒരാഴ്ച എന്യൂമേറ്റർമാർ വരും, വീടുകളിൽ രേഖകൾ സ്വീകരിക്കും. പിന്നെ പരാതി സ്വീകരിക്കാൻ ഒരാഴ്ച. കുറഞ്ഞ സമയത്തിനകം തന്നെ പുതിയ വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടിയും ഗൂഢലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ. അപ്പോൾ നമ്മൾ കരുതും വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വോട്ടല്ലേ പോവുള്ളൂ എന്ന്. അല്ല, ഇത് ഭാവിയിൽ നമ്മുടെ പൗരത്വം തന്നെ റദ്ദാക്കി ഇന്ത്യക്കാരനല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൻ്റെ മുന്നോടിയാണ് എന്നുള്ള കാര്യം ഗൗരവമായി മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ നമ്മളറിയുന്ന നമ്മളെ കുടുംബങ്ങളിലേക്ക്, ഭാര്യ വീടുകളിലേക്ക്, ബന്ധുപ്പാടിലേക്ക്, സുഹൃത്തിനോട് എല്ലാവരോടും പറയുക. നമ്മളൊക്കെ പറയാം നമ്മുടെ കയ്യിലിപ്പോൾ ഈ പറഞ്ഞ രേഖകളിലൊക്കെ ഏതെങ്കിലും 1 2 ഒക്കെ ഉണ്ടല്ലോ, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആധാർ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അത് വായിക്കാൻ പറ്റുന്നതാണ്, ഒറിജിനലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. തപ്പിത്തെരഞ്ഞ് എടുത്തു വെക്കണം. എന്യൂമേറ്റർമാർ വരുമ്പോൾ തപ്പാനും 2 മണിക്കൂർ തപ്പാനും പത്താൻ തുറക്കാനൊന്നും നിൽക്കരുത്. വരുന്ന സമയത്ത് എടുത്തു കൊടുക്കണം. അതിന് രേഖകൾ ഇപ്പോൾ തന്നെ എടുത്തു വെക്കാൻ പെങ്ങന്മാരോടും മക്കളോടും പറഞ്ഞു വെക്കണം. എടുത്തു വെക്കുക. വളരെ ഗൗരവമായി കാണണം ഈ വിഷയം. വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് പിന്നീട് വരിക. എല്ലാം 1 by 1 ആയിട്ട് അവർ റദ്ദാക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗൂഢാലോചന പരിപാടിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി എടുത്തിട്ട് രേഖകൾ ഇപ്പോൾ തന്നെ ശരിയാക്കി വെക്കാൻ പറയാം. എൻ്റെ അടുത്ത് ആധാർ ഉണ്ടല്ലോ എന്ന് പറയും. ചിലപ്പോൾ ആധാറിൻ്റെ ഫോട്ടോ കോപ്പി ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ചിലപ്പോൾ ആധാറിൽ നമ്പറുകളൊന്നും തെളിയുന്നുണ്ടാവില്ല, പേര് തെളിയുന്നുണ്ടാവില്ല, ഏതെങ്കിലും ഒരു നമ്പർ മിസ്സായിരിക്കും. അതൊക്കെ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. ഇപ്പോൾ തന്നെ രേഖകളില്ലെങ്കിൽ വില്ലേജിലോ പഞ്ചായത്തിലൊക്കെ പോയിട്ട് അടിയന്തരമായിട്ട് രേഖകൾ ഉണ്ടാക്കി വെക്കണം. ഒരാഴ്ചയാണ് രേഖകൾ കാണിച്ചു കൊടുക്കാനുള്ള സമയം എന്നാണ് പറയുന്നത്. എന്യൂമേറ്റർമാർ വീട്ടിൽ വരും, ചോദിക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കുക. ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. വൃത്തിയായിട്ടുള്ളത് ഒറിജിനൽ അവർക്ക് കാണിച്ചു കൊടുക്കുക. മറ്റെന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത പ്രാദേശിക നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ ഇതുമായിട്ട് അറിയാവുന്ന ആളുകളോട് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നിങ്ങളും മറ്റുള്ളവരെ ഉണർത്തി അത് റെഡിയാക്കുക. നിസ്സാരമായിട്ട് കാണരുത് ഈ വിഷയം.